ആഘോഷങ്ങളും ആൾക്കൂട്ടങ്ങളും നിറഞ്ഞ ഉദ്ഘാടന ചടങ്ങുകളിൽ പലപ്പോഴും VIP-കളാണ് താരങ്ങൾ. എന്നാൽ കാട്ടാക്കടയിൽ നിന്നുള്ള ഈ വാർത്ത അല്പം വ്യത്യസ്തമാണ്. സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രമുഖരും നിറഞ്ഞ വേദിയിൽ ഉദ്ഘാടകനായി എത്തിയത് പതിറ്റാണ്ടുകളായി അതേ സ്ഥാപനത്തിന് മുന്നിൽ കപ്പലണ്ടി കച്ചവടം നടന്ന ഒരു വയോധികനായിരുന്നു. അധ്വാനത്തിന്റെ മഹത്വത്തിന് ആദരവ് നൽകിയ ബിനുവിന്റെയും ഉദ്ഘാടകനായി എത്തിയ ഹനീഫയ്ക്കയുടെയും വിശേഷങ്ങൾ കാണാം. കാട്ടാക്കട ബസ് സ്റ്റാൻഡിന് സമീപമാണ് കഴിഞ്ഞ 20 വർഷമായി ഫോട്ടോഗ്രാഫറായ ബിനുവിന്റെ ദൃശ്യ സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത്. കാലത്തിനനുസരിച്ച് സ്റ്റുഡിയോ ഒന്ന് പരിഷ്കരിക്കാൻ തീരുമാനിച്ച ബിനു നവീകരിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനായി കണ്ടുവച്ചത് സിനിമാ താരങ്ങളെയോ ജനപ്രതിനിധികളെയോ ആയിരുന്നില്ല, മറിച്ച് കടയുടെ സമീപത്തുണ്ടായിരുന്ന വയോധികനായ ഒരു കപ്പലണ്ടി കച്ചവടക്കാരനെയായിരുന്നു. ഈ മതിലിന്റെ അങ്ങേയറ്റത്ത് ഒരു കപ്പലണ്ടി തട്ട് വെച്ചിട്ട് ഒരു മാമൻ, വളരെ എനിക്ക് സന്തോഷം തോന്നുകയാണ് ആ വാക്ക് പറയാൻ. ആ മാമനാണെന്ന് നമുക്ക് ഇത് റിബൺ മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ദൃശ്യയുടെ തുടക്കം മുതൽ ബിനു കാണുന്ന മുഖമാണ് മുഹമ്മദ് ഹനീഫയുടേത്. കഴിഞ്ഞ 20 വർഷമായി സ്റ്റുഡിയോയുടെ മുന്നിൽ തന്നെയാണ് ഹനീഫയുടെ കപ്പലണ്ടി കച്ചവടം. കാലിന് സ്വാധീനമില്ല, വാർദ്ധക്യത്തിന്റെ അവശതകളുണ്ട്. പക്ഷെ കുടുംബം പോറ്റാൻ നാളിതുവരെ മറ്റാരുടെയും മുന്നിൽ ഹനീഫ കൈനീട്ടിയിട്ടില്ല. രാത്രികാലങ്ങളിൽ ഹനീഫിക്കയുടെ കപ്പലണ്ടി പാത്രങ്ങൾക്കും കപ്പലണ്ടി തട്ടിനും കാവലിരിക്കുന്നത് സ്റ്റുഡിയോയിലെ ക്യാമറകളായിരുന്നു. തന്റെ സ്റ്റുഡിയോക്ക് മുന്നിൽ എന്നും കാണുന്ന മനുഷ്യനെയാണ് സ്ഥാപനം നവീകരിച്ചപ്പോൾ ഉദ്ഘാടനത്തിനായി ബിനു നിശ്ചയിച്ചത്. മഴയത്തും വെയിലത്തും തളരാതെ അധ്വാനിക്കുന്ന 70-കാരനോടുള്ള ആദരവായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിൽ. ഞാൻ അദ്ദേഹത്തിനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കാണുന്ന ഒരാളാണ്. ആ സുഖമില്ലാത്ത ഒരാൾ അവിടെ നിന്ന് എൻ്റെ കടയിലെ ഫ്രണ്ടിൽ നിന്ന് ഒരു പെട്ടിയെടുത്ത് തൂക്കി അവിടെ കൊണ്ടുപോയി, ആ ഒരു വെയിലത്തായിരുന്നാലും ഒരു മഴയത്തായിരുന്നാലും അദ്ദേഹം അവിടെ ഇരുന്ന് ആ 2 രൂപയ്ക്കും 3 രൂപ തൊട്ട് ഇപ്പം 5, 10 അങ്ങനെ ആ ഒരു തലത്തിലോട്ട് കപ്പലണ്ടി വെച്ച് അദ്ദേഹം ഉപജീവനം കഴിയുന്ന അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. കാരണം എൻ്റെ മനസ്സിനകത്ത് അത് ശരിയായി തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. VIP-കൾക്കായി മാറ്റിവെച്ച കത്രിക ഹനീഫയുടെ വിറയ്ക്കുന്ന കൈകളിലേക്ക് ബിനു ചേർത്ത് പിടിച്ചു. കാട്ടാക്കടയുടെ നിയുക്ത MLA MR ബൈജുവും സിനിമാ സീരിയൽ താരം വിവേക് ഗോപനും അടക്കമുള്ളവർ നിറഞ്ഞ കയ്യടികളോടെയാണ് ഈ നിമിഷത്തിന് സാക്ഷിയായത്. പക്ഷെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം അതാണ് പ്രധാനം. നമ്മൾ എത്രത്തോളം ഉന്നതിയിലെത്തിയാലും നമ്മുടെ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ അങ്ങോട്ട് കടന്നു പോകാൻ സാധിക്കൂ എന്നുള്ളതിന്റെ തെളിവ് കൂടെയാണ്. അദ്ദേഹത്തെ നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ ഈ സമൂഹത്തെ ചേർത്ത് നിർത്തുകയാണ്. തീർച്ചയായിട്ടും ഇതൊരൊറ്റ സംരംഭമായിട്ട് മാറാണ്ട് ഇതിന്റെ പല ബ്രാഞ്ചുകൾ പല സ്ഥലങ്ങളിലേക്ക് വരട്ടെ എന്നുള്ള ആശംസകളോട്. ലാഭനഷ്ടങ്ങളുടെ കണക്കു പുസ്തകങ്ങൾക്കിടയിലും മാനുഷിക മൂല്യങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് ഓർമ്മിപ്പിച്ച ഈ വേറിട്ട ചടങ്ങ് ഇപ്പോൾ നാടിനാകെ മാതൃകയാവുകയാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.